Good morning. Last class we were discussing about this synchronous counter, isn't it? So in that we have been discussing about this one BCD counter, the design of BCD counter, BCD synchronous counter. 4 flip flop ആണ് അതിനെ യൂസ് ചെയ്യുന്നത് അല്ലേ? മെയിനായിട്ട് we have to use 4 flip flop. So here നമ്മൾ എന്ത് വെച്ചിട്ടായിരുന്നു ഡിസൈൻ ചെയ്യുന്നത്? By using T flip flop. Okay. So T flip flop use ചെയ്തിട്ടായിരുന്നു we have designed this binary counters. അത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? സോ നമ്മളത് ഏതുവരെ ഡിസ്കസ് ചെയ്തത്? We have K map വരെയായിരുന്നു അല്ലേ? Up to this present state, previous state, that means the state diagram of excitation table of this BCD counter നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ? എക്സൈറ്റേഷൻ ടേബിൾ ഒക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ നിങ്ങളോട് ഞാൻ കുറച്ച് അതിന്റെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? That means you need to find the Boolean expression corresponding to this K map. Okay, T4, T3, T2, and T1. You need to find these Boolean expressions. നിങ്ങളത് ഫൈൻഡ് ചെയ്തായിരുന്നോ? Boolean expressions കണ്ടുപിടിച്ചായിരുന്നോ? What will be the value of T4? T4 എത്രയാ കിട്ടിയത് നിങ്ങൾക്ക്? അതിന്റെ വാല്യൂ എത്രയാ കിട്ടിയത്? എത്ര പേർക്ക് കിട്ടി? How many of you find the value of T4, T3, T2 and T1? എത്ര പേര് കണ്ടുപിടിച്ചു? എത്ര പേരത് ചെയ്തു? ശ്രീരാജ് ചെയ്തായിരുന്നോ അത്? ശ്രീരാജ് Yes, sir. ചെയ്തായിരുന്നോ? Yes, sir. ഓക്കെ, ഏതൊക്കെ വാല്യൂസ് ഏതൊക്കെയാ കിട്ടിയത്? P4, Q3, Q2, Q1 plus Q4, Q1. Q3, Q2, Q1 plus Q4. പിന്നെയോ T3? Q2, Q1. Q2, Q1. Q2? Q4 dash Q1. T2, Q4 dash Q1. Then T1? 1. ഇതന്നെയല്ലേ കിട്ടിയല്ലേ? കാണുന്നതല്ലേ അല്ലേ? ഇത് തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ടേബിള്. സോ T4 നമുക്ക് കിട്ടി, Q4 ഇതൊക്കെയാണ് അല്ലേ? Q4, Q1, Q3, Q2, Q1, then T3, Q2, Q1, T2 നമുക്ക് കിട്ടിയ Q4 bar Q1 and T1 is equal to 1. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. Based on these values, we need to draw the logic circuit. Okay, ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് we need to draw the logic circuit. Okay. Here we are using 4 flip flop. അപ്പോൾ 4 flip flop ആദ്യം നമ്മൾ ഡ്രോ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? We need to connect these output pin to the corresponding input pin. അല്ലെ? T1 corresponding ആയിട്ട് 1 അസൈൻ ചെയ്യുന്നു,
T2 ന് കറസ്പോണ്ടിങ് ആയിട്ട് Q4 ബാർ Q1 അസൈൻ ചെയ്യണം. സിമിലർലി T3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Q2 Q1 ഈ രീതിയിൽ നമ്മൾ അസൈൻ ചെയ്യണം. ഓക്കെ, അത് ആ രീതിയിൽ വരച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഇവിടെയുള്ളത്. So this is the circuit corresponding to this synchronous BCD counters. Okay, synchronous BCD counter. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷനിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, T1 ഈസ് ഈക്വൽ ടു 1. സോ ഐ ഹാവ് ഗൺ 1 ഇവിടെ കൊടുക്കും ആണെന്ന്. T1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, T1 ഈസ് കണക്റ്റഡ് ടു 1. ഓക്കെ, then T2 is equal to what? T2 is equal to Q4 bar Q1. That was the Boolean expression. ആ ഒരു Boolean expression ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് T2 is equal to Q4 bar. Okay, so Q4 bar. This is the Q4 bar. ഇതാണ് ഒന്ന് അല്ലേ? So Q4 bar അതൊരു ഇൻപുട്ട് ആണ് T2 ഉള്ളത്. Then and next input is Q1. Okay, next input is Q1. So Q1 is this one itself. ഇത് തന്നെയാണ്. അപ്പോൾ Q1 and Q4 bar. This is a Q4 bar. അപ്പോൾ അത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? We have to add. So for that we can use an AND gate here. Okay, അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു AND gate ഇവിടെ യൂസ് ചെയ്യാം. So this is the AND gate corresponding to that. Okay, ഈ ഒരു AND gate ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു AND gate. Okay, so ഈ AND gate യൂസ് ചെയ്തിട്ട് you can AND Q4 bar, and this is a Q4 bar that is taken from this here. Okay, and Q1. Q1 is the previous output. So that രണ്ടും AND ചെയ്ത് that will be given as an input as T2. Okay, so T2 ന്റെ gate. Then clock നമ്മൾ എല്ലാത്തിനും കോമൺ ആണ് because it is synchronous BCD up counter. Okay, it is a synchronous BCD up counter. So synchronous ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും എന്ത് ചെയ്യാം? കോമൺ ക്ലോക്ക് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. കോമൺ ക്ലോക്ക് ആണ്. Then next T3. T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? It is Q2 Q1. Okay, it is Q2 Q1. Q2 we can take it from here and Q1 you can take it from here. Okay, so ഇത് ഇവിടെ രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്തോ കേട്ടോ, ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തോ. So this is Q3. അതിനെ രണ്ടിനും AND ചെയ്തിട്ട് you can give a for T3. Okay, that is Q2 and Q1. Q2 and Q1 രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? T3യുടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. Q2 and Q1. Okay, the next is T4. Okay, T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് അല്ലേ? So Q4. This is Q4. Okay, Q4 and this Q1. Okay, Q4 and Q1. ആദ്യം അത് ചെയ്യണ്ടേ? Q4 and Q1 പ്ലസ് പിന്നെ എന്താണുള്ളത്? Q3. Q3 is this one. Okay, Q3 and Q2 Q1. Q2 Q1 നമുക്ക് ഇവിടെ കിട്ടില്ല. Q2 Q1 നമുക്ക് കിട്ടിക്കഴിഞ്ഞ് T3 കൊടുക്കുന്ന ഇൻപുട്ട് ആക്ച്വലി T3യുടെ ഇൻപുട്ട് തന്നെയാണ് this Q2 Q1. Q2 Q1 T3യുടെ ഇൻപുട്ട്. So we can take it here. Q2 Q1 and next one is Q3. Q3 നമുക്ക് ഇവിടെ എടുക്കാം. So ഇത് രണ്ടും AND ചെയ്ത് കഴിഞ്ഞാൽ we will get Q3 Q2 Q1. Okay, we will get Q3 Q2 Q1. കിട്ടില്ലേ? കാരണം we will get ഇവിടെ നമുക്ക് എന്ത് കിട്ടും? T3യുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് it is Q2 Q1. Okay, we can take it from here. ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. Similarly അതിന്റെ കൂടെ ഒരു Q3യും കൂടെ AND ചെയ്യുന്നു. So you can take it from here. So this is our Q3 Q2 Q1. That അതും അതുപോലെ തന്നെ this is Q4 Q1. Okay, Q4ഉം Q1ഉം AND ചെയ്ത് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? OR ചെയ്യാണ് we need T4 input. Okay, so that is what for Q1 3 Q2 Q1. Q1 Q2. That is for T4. Okay, this is how we can do synchronous. ഇങ്ങനെയാണ് നമുക്ക് synchronous BCD up counter ഡിസ്റ്റിങ്ക്ട്.
സിമ്പിൾ ആണ്. ഈ പ്രൊസീജിയർ ഓർത്ത് വെച്ചാൽ മതി എന്താണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് ഇത് നമ്മുടെ പ്രൊസീജിയർ? ഫസ്റ്റ് you need to find what kind of flip-flop, how many you have to use, then which type of flip-flop we need to use. Okay, here we can use T flip-flop. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യാം. സംടൈംസ് നിങ്ങൾക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ യൂസ് യുവർ ഓൺ ചോയ്സ്, നിങ്ങളുടെ ചോയ്സിന് യൂസ് ചെയ്യാം. ഓക്കെ, BCD കൗണ്ടർ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ഫോർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ നമ്മൾ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരുന്നു യൂസ് ചെയ്തത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം എക്സൈറ്റേഷൻ കണ്ടുപിടിക്കുക, എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ യു നീഡ് ടു ഫൈൻഡ് ദ ദിസ് ഡയഗ്രാം. ഓക്കെ, ഡയഗ്രാം കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ പിന്നെ സ്റ്റേറ്റ് ഡയഗ്രാം കണ്ടുപിടിക്കാം. ഓക്കെ, 0 0 0 നിന്ന് അത് മൂവ് ചെയ്യുന്ന സ്റ്റേറ്റ് ഡയഗ്രാം കണ്ടുപിടിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഡയഗ്രാം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് we need to find the excitation table corresponding to this സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് സർക്യൂട്ടിന് ഇപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് 4 സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഫോർ ഈച്ച് സ്റ്റേറ്റ് 1 is Q4, Q3, Q2, Q1. ദെൻ ഓരോ സ്റ്റേറ്റും ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ചസ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്. അതിന് കറസ്പോണ്ടിങ് നെക്സ്റ്റ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോരോ ടി ഇൻപുട്ട് കണ്ടുപിടിക്കുക. T4, 3T, T2, T1 കണ്ടുപിടിക്കുക. ദെൻ from this table, that means from this excitation table of this circuit, you have to find the corresponding Boolean expression corresponding to this input. Or input in corresponding Boolean expressions കണ്ടുപിടിക്കുക. For that you can use K-map. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ K-map യൂസ് ചെയ്യാം. ഓക്കെ, K-map യൂസ് ചെയ്തിട്ട് ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ദെൻ ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് അല്ലേ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സർക്യൂട്ടിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു കൊടുക്കുക. അതിന്റെ ഇൻപുട്ട് എന്തൊക്കെയാണോ അതിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി വിൽ ഡിസൈൻ എ സിങ്ക്രണസ് BCD അപ്പ് കൗണ്ടർ. ഓക്കെ, നന്നായിട്ട് വരച്ചു നോക്കുക. എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം ആദ്യം അല്ലേ. ആദ്യം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കൗണ്ട് കണ്ടുപിടിക്കുക. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത് എക്സൈറ്റേഷൻ ടേബിൾ. അതിന് നിങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും D ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ തന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതിന്റെ കംപ്ലീറ്റ് എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ത്രൂ ഔട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനിയുള്ള പ്രോബ്ലംസിനൊക്കെ ഈ എക്സൈറ്റേഷൻ ടേബിൾ ആവശ്യമുണ്ട്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത് കേട്ടോ. എക്സൈറ്റേഷൻ ടേബിൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും. ഓക്കെ, എക്സൈറ്റേഷൻ ടേബിൾ. ദെൻ സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാമത്തിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ദിസ് സ്റ്റേറ്റ് ടേബിൾ, എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫ്രം ദാറ്റ് ഓരോ ഇൻപുട്ടിന്റെ ബൂളിയൻ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് K-map. Then after that you can draw the correct logic circuit. Okay, so this is how we will draw the synchronous up counter. നെക്സ്റ്റ് ഇത് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സൈറ്റേഷൻ കണ്ടുപിടിച്ചു. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോർ T ഫ്ലിപ്പ് ഫ്ലോപ്പ് വി ആർ യൂസിങ്. ദിസ് ഈസ് എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു ദാറ്റ്. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഡയഗ്രാം. ദെൻ this using the corresponding to each
ഞാൻ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? ഓഡിബിൾ ആണോ? ഓക്കെ. സോ ഇനി പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസൈൻ എ സിങ്ക്രണസ് കൗണ്ടർ ഫോർ ദ സീക്വൻസ് 0 1 3 4 5 7 0. Okay, that means counter has to start from 0, then next clock pulse 1 ആവണം, then next clock pulse that will be 3, then next clock pulse 4, then next clock pulse 5, then next clock pulse അത് 7 ആകണം. During the next clock pulse again it will 0. അത് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ we need to design a counter. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് സോ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ സിങ്ക്രണസ് കൗണ്ടർ. ഓക്കെ, സോ വി നീഡ് ടു ഡിസൈൻ എ സിങ്ക്രണസ് കൗണ്ടർ. ഓക്കെ, സോ ഫോർ എനി ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? We need to identify how many flip-flops we have to use. Here the maximum count value is 7. Okay, maximum count value is 7. അപ്പോൾ നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യേണ്ടി വരും? ആരെങ്കിലും ആൻസർ പറഞ്ഞു. മാക്സിമം കൗണ്ട് വാല്യൂ 7 ആണ്. How many flip-flop we have to use for this design this circuit? എത്ര flip-flop യൂസ് ചെയ്യേണ്ടി വരും? Anybody? Okay, 3 flip-flop യൂസ് ചെയ്യുന്നു. കാരണം 7 നമ്മൾ മാക്സിമം റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 111 അല്ലേ? 7 എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാണ് വാല്യൂ വരിക? 111 അല്ലേ? അപ്പോൾ നമ്മൾ 3 flip-flop യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? 3 flip-flop യൂസ് ചെയ്യേണ്ടി വരും. 3 flip-flop നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഇനീഷ്യലി നമുക്ക് കൗണ്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് 0 0 0 ആണ്. ഓക്കെ, 0 0 0. Then during the next clock pulse it has to change to 0 0 1. Okay, then during the next clock pulse it will be 0 1 1. Okay, 0 1 1 ആണ്. Then അടുത്ത ക്ലോക്ക് പൾസിൽ that will be 0 1 0 0 ആണ് അല്ലേ? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 0 ആണ്. Then next clock pulse it is 1 0 1. Okay, then next clock pulse it will be 1 1 1. ഈ രീതിയിലാണ് അതല്ലേ? അപ്പോൾ ഇനീഷ്യലി ഇത് 0 ആയിരിക്കണം, then 1, then 3 4 5 7, again that goes to 0. Okay, so this is the counting sequence. ഇതാണ് നമ്മുടെ കൗണ്ടിങ് സീക്വൻസ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു we need to use 3 flip-flop. ഓക്കെ, അപ്പോൾ അതുമായി ഫ്ലിപ്പ്-ഫ്ലോപ്പ് നമ്മൾ യൂസ് ചെയ്യും. Now we have to find the state diagram. We can find the flip-flop ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് you need to use T flip-flop അല്ലേ? അപ്പോൾ നമ്മൾ ഏത് ഫ്ലിപ്പ്-ഫ്ലോപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് T flip-flop. Question itself they have given that. So T flip-flop use ചെയ്യണം. Here number of flip-flop we have to use is 3. Then T flip-flop ആണ് യൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Okay, then next we have to find what is the next step. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? ഓർമ്മയില്ലേ? What is the next step? So number of flip-flop കണ്ടുപിടിച്ചു, type of flip-flop കണ്ടുപിടിച്ചു. Then what is the next step? Anybody? Answer. What is the next step for designing a synchronous counter? എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? Number of flip-flop കണ്ടുപിടിച്ചു, type of flip-flop കണ്ടുപിടിച്ചു. What is the next step? Excitation table. Okay, excitation table corresponding to T flip-flop കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം അല്ലെ? നമ്മൾ കുറെ പഠിച്ചതാണ് excitation table corresponding to T flip-flop. So this is the excitation table. QT, then QT plus 1. That means current state and next state. Okay, so excitation table 0 0 0 0 1 1 1 0 1 1 1 0. So this is the excitation table corresponding to T flip-flop. അത് നമുക്കറിയാം. So excitation table കണ്ടുപിടിച്ചു. Then what is the next step after finding the excitation table? അടുത്ത സ്റ്റെപ്പ് എന്താ? excitation table പറഞ്ഞ് നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് അല്ലേ? What is the next step after finding the excitation table? What is the next step?
അടുത്ത സ്റ്റെപ്പ് state diagram. Okay, we need to draw the state diagram. Okay, we need to draw the state diagram. Initially it will be 0 0 0, the next 0 0 1, 0 1 1, then 1 0 0, then 1 0 1, then 1 1 1. Again it has to go to 0 0 0. So that is the state diagram corresponding to this question. Okay, this counting sequence. So we have to draw the state diagram. So this is the state diagram corresponding to that 0 0 0. Next state it is 0 0 1. Next state 0 1 1. The next state 1 0 0. The next state 1 0 1. Next state 1 1 1. In 1 1 1 it has to go to 0 0 0. That will be repeated. So this is the counting sequence. Okay. So we have drawn the state diagram. Right. State diagram is that. After finding the state diagram, what is the next step? After finding the state diagram, any other step? After finding the state diagram, next step. From this state diagram, what we have to? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? After finding state diagram. Okay, excitation table of that counter. We need to draw the excitation table of that counter. Okay, അപ്പോൾ കൗണ്ടറിന്റെ excitation table കണ്ടുപിടിക്കണം. So counter has 3 states. Okay, so 3 സ്റ്റേറ്റിന്റെ കറണ്ട് വാല്യൂ വേണം, then അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റിന്റെ വാല്യൂ വേണം, then we need to find the corresponding T inputs. Okay, so that is the next step. So we have to find the excitation table corresponding to the flip-flop. Okay, excitation table corresponding to that counter. So initial state is 0 0 0. That means this is a present state. Okay, it is 0 0 0. Initial state is 0 0 0. Okay, then what is the next state? It is 0 0 1. So next state is, that is Q3 Q2 Q1. That will be the present state of that flip flop. Then next state, that means അടുത്ത state എന്ന് പറയുന്നത് എന്താണ്? It is 0 0 1. 0 0 1. Okay, so from 0 0 1, what is the next state? That is from 0 0 1, what is the next state? It is 0 1 1. It is 0 1 1. Okay, then from 0 1 1, what will be the next state? It is 1 0 0. അല്ലേ, അടുത്തത് 1 0 0. Then from 1 0 0 അടുത്ത സ്റ്റേറ്റ് എന്താണ്? It is 1 0 1. Okay, then from 1 0 1, what will be the next state? It is 1 1 1. 1 1 1 ൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് ഏതാണ്? It will be 0 0 0. 1 1 1 ൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് 0 0 0. Okay, so we have നമ്മൾ അതിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും റൈറ്റ് ചെയ്തു based on the values from this state table. Okay, based on the values from the state table, we have എന്താണ് നമ്മൾ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കണ്ടുപിടിച്ചു. Then we need to find the flip-flop inputs corresponding to each flip-flop. Okay, we need to find the flip-flop input corresponding to each flip-flop. That means here we are using 3 flip-flops. So we need to find T3, T2 and T1. Okay, we need to find T3, T2 and T1 from these excitation table and these 2 states. Okay, so first we can find T3. How we will find T3? For finding T3, you can use Q3 and this next state Q3. Okay, present state Q3, next state Q3. Here both are 0. Both are 0 means if 0 0, it is 0. 0 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? T3 0 ആണ്. The next 0 0, that is also T3 0. Here 0, then Q3 is 1. 0 1 എന്ന് പറയുമ്പോൾ T എന്താണ്? It is 1. So you have to write it here 1. Okay, then 1
1 1 എന്ന് പറയുമ്പോൾ എന്താണ്? It is 0. So you have to write 0. Then 1 1 0. Then 1 0. It is 1. Okay. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ആദ്യം Q3 നെക്സ്റ്റും കൂടെ നോക്കിയിട്ട് T3 കണ്ടുപിടിക്കുക. Similarly, you have to find Q2 and Q2 next. Then you can find T2. Similarly, you need to find Q1 and Q1 next. Okay, Q1 നെക്സ്റ്റും കൂടെ നോക്കിയിട്ട് you can find T1. ഇത് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നല്ല? Q3 നോക്കുക, Q3യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കുക. അതിൽ ചേഞ്ചസ് ഉണ്ട് എങ്കിൽ you can put 1, ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിൽ you can put 0. So similarly, you have to find T3, T2 and T1. Okay, T3 ഉം T2 ഉം T1 കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? എങ്ങനെയാണ്? First, you need to check the present state of Q3 and next state of Q3. So Q3 ഉം present state ഉം next state ഉം state change ഉണ്ട് എങ്കിൽ in case of T flip-flop, if there is a state change, then you have to put 1. If there is no state change, you have to put 0. ആ രീതിയിൽ you have to find T3, T2 and T1. Okay, T3, T2 and T1 you have to find. Okay, then after finding this T3, T2 and T1, ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ അടുത്തത്? ഇപ്പൊ നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിച്ചു. ഇത് ഞാൻ ചെയ്യിക്കാത്തത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ഇതിന്റെ ലോജിക്കാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, പ്രസന്റ് സ്റ്റേറ്റ് കണ്ടുപിടിച്ചു, നെക്സ്റ്റ് സ്റ്റേറ്റ് കണ്ടുപിടിച്ചു. ഫ്രം ദീസ് പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ T3 ഉം T2 ഉം T1 ഉം കണ്ടുപിടിച്ചു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് കണ്ടുപിടിക്കുന്നതിൽ? ഉണ്ടോ? ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, മനസ്സിലാകുന്നല്ലേ? നിങ്ങൾ ചെയ്തു നോക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ T3, T2, T1 കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇനി വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് ദിസ് കൗണ്ടർ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? We need to find the Boolean expression corresponding to T3, T2 and T1. Yes, K-map. Okay, by using K-map, we can find the Boolean expression corresponding to T3, T2 and T1. Okay, so you can use K-map for finding that. Okay, you can use K-map for finding the Boolean expression corresponding to that T3, T2 and T1. Okay, so by using K-map, okay, K-map use ചെയ്തിട്ട് we can find the Boolean expression. So Q3, Q2, Q1. Okay, so Q3 0 0 0 നമ്മുടെ K-map നോർമൽ K-map യൂസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ഇനി ഏത് ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ കൗണ്ടിങ് സീക്വൻസ് നമുക്കിപ്പോൾ ഇത്രയേ തന്നിട്ടുള്ളൂ എന്നിരിക്കാം. ഓക്കെ, ഇത്ര സ്റ്റേറ്റ് ആണുള്ളത്. 0 0 0 0 0 1 0 1 1 1 0 0 1 0 1 1 1 1. ഓക്കെ, ഇതിൽ മിസ്സിംഗ് സ്റ്റേറ്റ് ഏതാണ്? മിസ്സിംഗ് സ്റ്റേറ്റ് ഏതാണ്? ഇതിൽ 0 ഉണ്ട്, 1 ഉണ്ട്, ബട്ട് 2 മിസ്സാണ് അല്ലേ? 0 1 0 മിസ്സിംഗ് അല്ലേ? 0 1 മിസ്സിംഗ് 1 0 മിസ്സിംഗ് അല്ലേ? ടോട്ടൽ സ്റ്റേറ്റ് എത്രയാണ്? 1 2 3 4 5 6. ഓക്കെ, സോ ബട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? 8 സ്റ്റേറ്റ്സ് വരെ ഡിറൈവ് ചെയ്യാൻ പറ്റും. മാക്സിമം 8 സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ എത്രയേ വേണ്ടു? 1 2 3 4 5 6 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന 2 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ 0 1 0 മിസ്സിംഗ് ആണ് അല്ലെ? 2 മിസ്സിംഗ് ആണ്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 മിസ്സിംഗ് ആണ് അല്ലെ? ദാറ്റ് മീൻസ് ഏതാണ്? 1 1 0 മിസ്സിംഗ് അല്ലെ? ഇത് രണ്ടും ഇതിലില്ലല്ലോ, നമുക്ക് തന്നിരിക്കുന്ന കൗണ്ടിങ് സീക്വൻസിൽ ഇല്ലല്ലോ. ഉണ്ടോ? കൗണ്ടിങ് സീക്വൻസിൽ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ while drawing the K-map, okay, you have to treat these two state, okay, these two state as don't care. Okay, ഇത് രണ്ടും don't care ആയിട്ട് കൺസിഡർ ചെയ്യണം.
ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ തരുന്നതിനനുസരിച്ചിട്ട് ആ സീക്വൻസിൽ മിസ്സിംഗ് ആയിരിക്കുന്ന കൗണ്ടിങ് വാല്യൂസ് യു നീഡ് ടു ട്രീറ്റ് ഇറ്റ് ആസ് എ ഡോൺ കെയർ, ഒരു ഡോൺ കെയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ ഇതും ഡോൺ കെയർ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം 010യും 110യും both these two values we can treat it as don't care. അത് രണ്ടും നമുക്ക് ഡോൺ കെയർ ആയിട്ട് സിറ്റുവേഷനിൽ വെക്കാം. നമ്മൾ നേരത്തെ BCD കൗണ്ടർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു 4 bit ആണ് നമ്മൾ യൂസ് ചെയ്തത്, ബട്ട് നമുക്ക് അപ് ടു 9 വരെയ വാല്യൂസ് വേണ്ടു അല്ലെ, അപ് ടു 9 വരെയുള്ള വാല്യൂസ് വേണ്ടു. റിമൈനിങ് 4 ബിറ്റിന്റെ റിമൈനിങ് 10, 11, 12 ആ വാല്യൂസ് ഒക്കെ ഇല്ല, അപ് ടു 111 വരെ ഉള്ളത് 41 വരുന്ന വാല്യൂസ്, അത് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്തത്? ഡോൺ കെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. സെയിം പ്രൊസീജിയർ യു ക്യാൻ അപ്ലൈ ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് അത് ഡോൺ കെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നോർമൽ K-map simplification method, you can find the values of T3, T2 and T1. Okay, normal K-map simplification method use ചെയ്തിട്ട് you can find the values of T3, T2 and T1. ഓക്കെ, ഇത് നോർമൽ K-map simplification method ആണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് അല്ലെ. നോർമൽ K-map simplification method വെച്ചിട്ട് you have to find the values of T3, T2, T1. ഓക്കെ, T3 ഹിയർ നമുക്ക് Q2 കിട്ടിയിട്ടുണ്ട്, ഇവിടെ Q1 ആണ് കിട്ടിയിരിക്കുന്നത്, ഇവിടെ T1 ഡാഷും ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, so based on these values you had to draw the logic circuit. Okay, based on these values you had to draw the logic circuit. Okay, ആ വാല്യൂസ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ലോജിക് സർക്യൂട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ആ വാല്യൂസ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ലോജിക് സർക്യൂട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, അത് ഹോംവർക്ക് ആയിട്ടാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കാൻ തന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളിത് ചെയ്തു നോക്കണം. ഓക്കെ, ഇതിന്റെ വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ ഇത് മുഴുവൻ ചെയ്തു നോക്കണം. ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ? ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് the how many flip flop we had to use. ഓക്കെ, നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് യൂസ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കണം. ദെൻ വി നീഡ് ടു ഫൈൻഡ് ദ എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. Then you have to draw the state diagram. From this state diagram you have to draw the excitation table corresponding to that counter. Then from the excitation table we can find this Boolean expression corresponding to this T3, T2, T1. Then based on that Boolean expression you can draw the circuit. ഇത് ചെയ്തു നോക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ഹോംവർക്കും കൂടി എഴുതിക്കോ. This is the next homework. Design a counter that has repeated the sequence of the following 16: 0, 0, 0, 0, 0, 1, 0, 1, 0, 1, 0, 0, 1, 0, 1 and 1, 1, 0. ഓക്കെ, ഇതൊരു ഹോംവർക്കാണ്. 0, 0, 0, 0, 0, 1, 0, 1, 0, 1, 0, 0, 1, 0, 1 and 1, 1, 0. So you need to design a synchronous counter. Here നിങ്ങൾക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. യു ക്യാൻ യൂസ് എനി ഫ്ലിപ്പ് ഫ്ലോപ്പ്. യു ക്യാൻ യൂസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ പക്ഷെ നമുക്ക് കൗണ്ടിങ് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. 0, 0, 0, 0, 0, 1, 0, 1, 0, 1, 0, 0, 1, 0, 1, 1, 1, 1. ഓക്കെ, ഈ ഒരു 6 കൗണ്ടിങ് സീക്വൻസ് വെച്ചിട്ട് യു നീഡ് ടു ഫസ്റ്റ് യു നീഡ് ടു ഡ്രോ ദ എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ട് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിക്കുക. ഫ്രം ദാറ്റ് യു നീഡ് ടു ഫൈൻഡ് ദ സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം ഇതിൽ നിന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സ്റ്റേറ്റ് ഡയഗ്രാം. ദെൻ you need to find the excitation table corresponding to the corresponding to the counter. Then അതിൽ നിന്ന് നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് കണ്ടുപിടിക്കുക by using K-map. Then you can draw the diagram. Okay, you can draw the diagram. So that's all about the our counter.
ഓക്കെ, അപ്പൊ ഈ ഹോംവർക്ക് ചെയ്യണേ. ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ എന്നോട് ചോദിച്ചു. അപ്പൊ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. അഭിനന്ദ്. പ്രസന്റ്. അഭിനവ്. Present. അഭിരാം. Present. ആഗ്ന. അഖില. Present, sir. അചൽ. Present, sir. ആകർഷ്. Present, sir. ഗോകുൽ. പ്രസന്റ് സാർ. അക്ഷര. Present, sir. ആൽബിൻ. Present, sir. അഞ്ജിത. Present, sir. അനുജിത്ത്. അനുരാഗ്. Present, sir. അരുണിമ. Present, sir. ആഷ്ബിൻ. Present, sir. അശ്വന്ത്. Present, sir. അശ്വിൻ കെ. Present. അശ്വിൻ പവിത്രൻ. Present, sir. അശ്വൽ. Present, sir. അശ്വൻ ടി കെ. Present, sir. അശ്വതി വി കെ. Present, sir. അതുൽ സെബാസ്റ്റ്യൻ. Present, sir. ദീപിക. ദേവിക. Present, sir. ഫാത്തിമ. Present, sir. മിസ്ബ. സഹല. Present, sir. ഷിബിലിയ. ഷിബിലിയ ആബ്സെന്റ് ആണോ? സുഹറ. Present, sir. ഗാഥ. Present, sir. ഗോപിക. Present, sir. ഇഷ. Present, sir. കിരൺ. മാളവിക. നബിൽ. Present, sir. മുസീന. മുസിൻ. Present, sir. Present, sir. ഫഹദ്. ഫഹദ്. Present, sir. Present, sir. സദഫ്. Present, sir. സഹൽ. Present, sir. നന്ദന. Present, sir. നേഹ. നിഹാരിക. Present, sir. നിർമ്മൽ. Present, sir. നിവേദിത. Present, sir. നൈനിക. Present, sir. പുണ്യ. Present, sir. രജത്. Present, sir. സൈല. സാരൻ. Present, sir. ഷാന ഷെറീൻ. Present, sir. ഷനിൽ. Present, sir. ഷോണി സെൽവരാജ്. Present, sir. സിദ്ധാർത്ഥ് പ്രേമൻ. സിദ്ധാർത്ഥ് സുനിൽ. Present, sir. സൗരവ്. Present, sir. ശ്രീരജ്. Present, sir. ടൈഫൻ. Present, sir. വർഷനാഥ്. Present, sir. വിഘ്നേഷ്. Present, sir. വിശ്രുത്. Present, sir. പ്രണവ്. പ്രസന്റ് സാർ. ദിലിയ. Present, sir. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഈ ഹോംവർക്ക് ചെയ്യണേ. താങ്ക് യു.